അതുകൊണ്ട് ഞാനിപ്പോൾ ശ്രീ സാബു ജേക്കബ് സാറിന് ഒരു വാക്ക് തരാം. ഇതുവരെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ ഞാൻ പിന്തുണച്ചെങ്കിൽ, വ്യക്തി എന്ന നിലയിൽ, ഈ നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിനൊപ്പം അതിന്റെ മുമ്പിലും പിമ്പിലുമായി ഇനി മുതൽ ഞാൻ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. കാരണം ഈ നാടിനൊരു മാറ്റം ഉണ്ടായേ മതിയാവൂ. നമസ്കാരം. കേരളത്തിലെ ഭരണകൂട തീവ്രതയ്ക്കെതിരെ എന്നും ശക്തിയുക്തമായി സംസാരിച്ചിരുന്ന ഒരു മാധ്യമമാണ് മറുനാടൻ മലയാളി. അതുകൊണ്ട് തന്നെ ഭരണകൂട തീവ്രതയുടെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മാധ്യമവും മലയാളത്തിൽ മറുനാടൻ മലയാളി തന്നെയായിരുന്നു. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല, ഷാജൻ സ്കറിയയെ നിരന്തരമായി വേട്ടയാടുന്ന നടപടികളായിരുന്നു എന്നും ഇടതുപക്ഷ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ നയങ്ങളിൽ പ്രഖ്യാപിതമായ ഒരു അജണ്ട അത് തന്നെയായിരുന്നു. സർക്കാരിന്റെ നയവൈകല്യങ്ങളോട് പ്രതികരിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു ഷാജൻ സ്കറിയയ്ക്കെതിരെ ഇവർ കണ്ടെത്തിയ കുറ്റം. എന്നാൽ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട്, വ്യവസ്ഥാപിതമായ നിയമ നടപടികളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട്, ശക്തിയുക്തം തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് കൃത്യമായ രീതിയിൽ അടിസ്ഥാനമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസയോഗ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ, നേരായ വാർത്തകൾ സമൂഹത്തിന് മുന്നിൽ നേരായ സമയത്ത് അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഷാജൻ സ്കറിയയെ ഇവരുടെ കണ്ണിലെ കരടാക്കി മാറ്റുവാനുള്ള കാരണം. എന്നും ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങളോട്, ഭരണകൂട തീവ്രതയോട് എക്കാലത്തും സമരസപ്പെടാതെ നിന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഷാജൻ സ്കറിയ. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല, അദ്ദേഹത്തെ തേടി പൂനെയിൽ വരെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ അദ്ദേഹം ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് കണക്കാക്കി തന്നെയായിരുന്നു കേരള പോലീസിന്റെ വലിയൊരു സംഘം പൂനെയിൽ ചെന്നത്. ഏതാണ്ട് 3 മാസക്കാലത്തോളമാണ് ഷാജൻ സ്കറിയയ്ക്ക് ഒളിവിൽ കഴിയേണ്ടതായി വന്നത്. ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പൂത്തൃക്കയിൽ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഷാജൻ സ്കറിയ. 2020യുടെ അമരക്കാരനായ കിറ്റക്സ് സാബു എന്ന് അറിയപ്പെടുന്ന സാബു ജേക്കബ് എന്നും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മ വരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാബു ജേക്കബിനെ പോലുള്ള ആളുകളാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം, കേരളീയ രാഷ്ട്രീയത്തിന് ആവശ്യം എന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒരു പൈസയുടെ ഒരു പരസ്യം പോലും തന്റെ മാധ്യമ സ്ഥാപനത്തിന് സാബു ജേക്കബ് എന്ന കിറ്റക്സ് സാബുവിൽ നിന്ന് താൻ ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടുകൂടി നട്ടലുയർത്തി നിന്നുകൊണ്ട് താൻ പറയും എന്നാണ് ഷാജൻ സ്കറിയ എപ്പോഴും പറയുന്നത്. അത് തന്നെയാണ് 2020 സമ്മേളന വേദിയിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരന്റെയും അടിമയല്ല, എന്നാൽ എനിക്ക് എന്റെ രാജ്യം അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരെയും നീതിയുക്തമായ രീതിയിൽ, ക്രിയാത്മകമായ രീതിയിൽ വിമർശിക്കും. അത് എന്റെ ജോലിയാണ്, എന്റെ മാധ്യമ സ്ഥാപനത്തിന്റെ ദൗത്യവും ധർമ്മവും അത് തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്ന് ഷാജൻ സ്കറിയ 2020യുടെ സമ്മേളനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഞാൻ ഇതുവരെയും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. അഴിമതിയില്ലാതെ, ജനങ്ങളുടെ പണം കട്ടുമുടിക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന 2020 എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ കൂടി ചേരുന്നു എന്നാണ് ഷാജൻ സ്കറിയ ഏതാണ്ട് 30,000 പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത്. ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിലോ മുന്നിലോ എവിടെയെങ്കിലുമൊക്കെയായി ഞാൻ ഇനി തുടർന്ന ആളുകളിൽ ഉണ്ടാകും. ഞാൻ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരുന്നു എന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ സമ്മേളനത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെയും ആഞ്ഞടിച്ചുകൊണ്ട് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് താൻ പ്രവേശിക്കുന്നു എന്ന് ഷാജൻ സ്കറിയ പ്രഖ്യാപിച്ച ഈ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട 2020 പ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നന്മ നിറഞ്ഞ സുഹൃത്തുക്കൾ,
ഒരുപക്ഷെ ആദ്യമായി ആണ് ഞാൻ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പൊതുവെ പബ്ലിക് പരിപാടികളിൽ പങ്കെടുക്കുന്നത് കുറവാണ്. പത്തനാപുരം ഗാന്ധി ഭവൻ വിളിക്കുന്ന ചില പരിപാടികളിൽ, പാവപ്പെട്ട അനാഥരായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടികളിൽ മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ ഇതുവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. എന്നിട്ടും ഇന്നലെ ഞാൻ സാബു ജേക്കബ് സാറിനെ വിളിച്ചിട്ട് എന്താണ് നാളത്തെ പരിപാടിക്ക് എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ പത്രത്തിൽ കാണുന്നു, പുത്രകയിൽ ഇങ്ങനെ ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും എതിർക്കുന്നു, CPM എതിർക്കുന്നത് കൊണ്ട് അതിന് ചില പ്രതിസന്ധികളുണ്ടായി. പക്ഷേ ഹൈക്കോടതി അനുകൂലമായി നിന്നു, പരിപാടി നടക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്ന കാര്യം. അപ്പൊ ചോദിക്കും, ഞാൻ ഈ വിവരമൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു കേസിൽ ഒളിവിൽ പോയതും അറസ്റ്റ് ചെയ്തതും ഒക്കെയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ 6 മാസമായി ഈ ഫാസിസ്റ്റ് ഭരണകൂടം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടം, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശബ്ദമുയർത്തുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒക്കെ വേട്ടയാടുന്നതിന്റെ കൂടെ കൂടുതൽ ശക്തിയോടെ കരുത്തോടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും, ഞാൻ നയിക്കുന്ന സ്ഥാപനത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളും ഇതിനിരയാണ്. പക്ഷേ അവർക്കൊക്കെ ചില പരിമിതികളുണ്ട്. മിക്ക മാധ്യമ സ്ഥാപനങ്ങൾക്കും ചില ബിസിനസ്സുകളുണ്ട്. നമുക്കറിയാം അതാരുടെയും കുഴപ്പമല്ല. ബിസിനസിനെ ഒരു കുറ്റകൃത്യമായി കരുതുന്നത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം, ഒരു കുറ്റകൃത്യവുമല്ല. പക്ഷെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് എളുപ്പമാണ്. ഈ നാട്ടിലെ മറ്റൊരു വ്യവസായ സ്ഥാപനത്തിനും ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ എല്ലാം ഒരുക്കിയിട്ടും കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തെ വേട്ടയാടുകയും സഖികെട്ടി നാട് വിടേണ്ടി വരികയും ചെയ്തത് നമുക്കറിയാം. ഇത് ബോധപൂർവം സാബു ജേക്കബിനെ നിശബ്ദനാക്കാൻ ചെയ്തതല്ല. ഇത് ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടും ഈ നാട് ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിൽ നിയന്ത്രിക്കുന്ന പാർട്ടി പറയുന്ന സന്ദേശമാണ്. ഇത് കേരളമാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിനൊന്നും പോവണ്ട. ഞങ്ങൾ പറയുന്ന വഴിയെ ഞങ്ങൾക്ക് മാസപ്പടി നൽകി ഞങ്ങളുടെ നിയമങ്ങൾ പാലിച്ച് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന്. ഇതറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിശബ്ദരാകുന്നത്. മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധമുള്ളയാളാണ് ഞാൻ. വ്യക്തിപരമായി കാണുമ്പോ പൊട്ടിത്തെറിക്കാറുണ്ട്, ക്ഷോഭിക്കാറുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ളവർക്ക് പരിമിതികളുണ്ട്. എനിക്ക് ആ പരിമിതികളില്ല. കാരണം ഞാൻ ഏതാണ്ട് 15 കൊല്ലം, ഞാൻ എന്ന് പറയുന്നത് ക്ഷമിക്കണം, പറയേണ്ട സാഹചര്യമുള്ളത്, ഏതാണ്ട് 1.5 പതിറ്റാണ്ട് വിദേശത്ത് പോയി പണിയെടുത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സ്വത്തൊക്കെ ആവശ്യത്തിനുണ്ടാക്കി. ഇനി കുറെ ദിവസം ജയിലിൽ കിടന്നാലും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം പൂട്ടിയാലും എന്റെ മക്കളും എന്റെ കുടുംബവും പട്ടിണിയാവില്ല എന്ന് ഉറപ്പാക്കി 1.5 പതിറ്റാണ്ട് മുൻപ് ചില മാറ്റങ്ങൾ ഈ നാട്ടിൽ വരുത്താൻ ഒരു പ്രചോദനമാകാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ്. പലരും പറയും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. ഈ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർക്കൊക്കെ ചില അജണ്ടകൾ നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ഭാഗമായി, അത് മതമാവട്ടെ രാഷ്ട്രീയമാവട്ടെ, വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ ഭാഗമായി അവരെ താങ്ങി നിർത്തി, അവരാൽ താങ്ങി നിർത്തപ്പെടുന്ന സംവിധാനങ്ങൾക്ക് എതിര് നിൽക്കുമ്പോൾ അവരൊരു എക്കോസിസ്റ്റം സൃഷ്ടിക്കും. വർഗീയവാദിയാണ്, അഴിമതിക്കാരനാണ്. നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും പാവങ്ങളാണ്. അവരിൽ ചിലർ കരുതും. അങ്ങനെ ഈ നാടിനെ ബുദ്ധിയില്ലാത്ത അടിമകളുടെ പറുദീസയാക്കി മാറ്റി കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കി ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം നൽകി അവരെ കൊണ്ട് വാർത്തകൾ ഭയപ്പെടുത്തി എഴുതി. മുമ്പ് നമ്മുടെ തൊട്ടു മുമ്പത്തെ പ്രസംഗകൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പരത്തി അദ്ദേഹം പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു.
ഈ സർക്കാർ, ഉളുപ്പില്ലാത്ത ഈ സർക്കാർ, ഈ ഫാസിസ്റ്റ് സർക്കാർ നമ്മുടെ പത്രങ്ങളുടെ 1-ാം പേജിൽ 2 തവണ പരസ്യം ചെയ്തു 2 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയെന്ന്. 2 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന അടിമബുദ്ധിക്കാരെങ്കിലും വിശ്വസിക്കുമോ? എന്താ സംഭവിച്ചത്? ഇത് പൊളിച്ചത് ഞങ്ങളാണ്. സർക്കാരിന്റെ പരസ്യം വന്ന പിറ്റേ ദിവസം ഞങ്ങൾ ഇത് പൊളിച്ചു. ഉദ്യം രജിസ്ട്രേഷൻ എന്ന പുതിയ സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാവരോടും മാറാൻ പറഞ്ഞു. ഉദ്യോഗാധാറായിരുന്നു എല്ലാ ചെറുകിട സംരംഭങ്ങളുടെയും രജിസ്ട്രേഷൻ. ഉദ്യോഗാധാർ സർക്കാർ അത് മാറ്റി ചെറുകിട SMC സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനികളുടെ നിർവചനം മാറ്റി എല്ലാം അതിൽ ഉൾപ്പെടുത്തി. അതായത് ഒരു പെട്ടിക്കടയിൽ ഉൾപ്പെടുത്തി, പച്ചക്കറി കടയിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ പറഞ്ഞു. ഉദ്യം രജിസ്ട്രേഷൻ എന്ന പേരിൽ പുതിയ രജിസ്ട്രേഷൻ വന്നു. ഇത് പരമാവധി എടുക്കണം. പരമാവധി എടുത്താൽ മാത്രമേ സർക്കാരിന്റെ നയം കേന്ദ്ര സർക്കാരിന്റെ നയമാണ്. അതുകൊണ്ട് ബാങ്കുകളോട് പറഞ്ഞു എല്ലാവരും രജിസ്റ്റർ ചെയ്യിപ്പിക്കും. ബാങ്കുകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ലോൺ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇനി സബ്സിഡി വേണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നാട്ടിലുള്ള കാർന്നോമാർ തുടങ്ങി വെച്ച പെട്ടിക്കടക്കാരും ബാർബർ ഷോപ്പുകാരും മാടക്കടക്കാരും വരെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു. അപ്പൊ ഇതെന്താണ്? സകല സംവിധാനങ്ങളും പുതിയ രജിസ്ട്രേഷനായി. ആ കണക്ക്, ഉളുപ്പില്ലാത്ത ആ കണക്കെടുത്തിട്ട് ഈ സർക്കാർ 1-ാം പേജിൽ പരസ്യം ചെയ്തു 2.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയത്. ഇതുപോലെ നാണം കെട്ട ഒരു സർക്കാർ, ലജ്ജയില്ലാത്ത ഒരു ഭരണകൂടം ഈ ലോകത്തുണ്ടാവുമോ? ഉളുപ്പ് വേണ്ടേ? അല്പം നുണ പറഞ്ഞു രാഷ്ട്രീയക്കാരില്ല, നുണ പറയേണ്ടി വരും. പക്ഷെ അല്പം ഉളുപ്പ് വേണ്ടേ? അല്പം മര്യാദ വേണ്ടേ? എന്റെ പാർട്ടിക്ക് എനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് നുണ പറയുന്ന, ബഹളം വയ്ക്കുന്ന സൈബർ കമ്മികൾ എന്ത് വിചാരിക്കുമെന്നെങ്കിലും ഓർക്കണ്ടേ? ഓർക്കത്തില്ല. വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറഞ്ഞൊരു ഒരു പ്രസംഗം നടത്തുന്നത് കണ്ടു, കേട്ട് കാണും. സാബു ജേക്കബിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സാബു ജേക്കബ് പോയാൽ 10,000 ജോലിയാണ് ഇവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ആ 10,000 ജോലിക്ക് ഏതാണ്ട് 10,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കൂ. അതേസമയം ഇവിടെ IBM വന്നു. IBM വന്നപ്പോ അതിന് എത്ര കോടി? 800 കോടിയായി. എന്തൊരു നുണയാണ്! സാബു ജേക്കബ് 50,000 പേർക്കാണ് തെലങ്കാനയിൽ പണി കൊടുത്തത്. സാബു ജേക്കബിന്റെ ശമ്പളം 10,000 ശരാശരി. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അല്ല. 15,000 രൂപ മുതൽ 1.5-2 ലക്ഷം രൂപ വരെ ശമ്പളം കൊടുക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല, സാബു ജേക്കബ് ആർക്കാ തൊഴിൽ കൊടുക്കുന്നത്? പാവപ്പെട്ടവന്, സാധാരണക്കാരന്, അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തവനടക്കം സാധാരണ വിദ്യാഭ്യാസമുള്ളവൻ. ഈ പറയുന്ന IBM കൊടുക്കുന്നത് ആർക്കാ? ജോലി ചെയ്യാമോ എന്ന് ചോദിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവരണം. അതിന് അവർക്ക് ഇഷ്ടം പോലെ തൊഴിൽ കിട്ടും. ഇതൊക്കെ പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് ഒരു ഭരണകൂടം മുമ്പോട്ട് പോകുന്നു. ആ ഭരണകൂടത്തിന് മുൻപിൽ നിശ്ചലരായി നിൽക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ. എവിടെയാണ് ഒരു വെളിച്ചം? എവിടെയാണ് ഒരു പ്രതീക്ഷ? അതിനുത്തരമാണ് 2020. ആ പ്രതീക്ഷയാണ് 2020. ആ പ്രതീക്ഷയും ആ വെളിച്ചവുമാണ് സാബുവും ജേക്കബും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ 2020യുടെ അംഗത്വം എടുക്കുകയോ അല്ലെങ്കിൽ 2020യോട് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമാണ് 2020 എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നേരിട്ട് കാണുന്നത്. എനിക്ക് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ദീർഘകാലം ഞാൻ ഒളിവിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ആദ്യം പോയി കാണുന്നത് നിങ്ങളുടെ രക്ഷകനായ സാബു ജേക്കബിനെ. കാരണം എന്നെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് പേര് സഹായിച്ചു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന, അതാണ് ഏറ്റവും വിലയുള്ളത്. മതമില്ലാത്ത മനുഷ്യർ അമ്പലങ്ങളിലും മോസ്കുകളിലും പള്ളികളിലും എനിക്കൊരു പരിക്കും പറ്റാതെ പുറത്തു വരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ, അവരെയാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നതും സ്നേഹിക്കുന്നതും. പക്ഷേ ഈ സ്ഥാപനം പൂട്ടിയേക്കുമെന്ന് വാശിയിൽ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ ഒരു ADGP, അതിന് കീഴേക്കുള്ള സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നപ്പോ, ഒന്ന് കാലിലെറിയപ്പോ
മറുനാടന്റെ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. മറുനാടനെയാണ് വേട്ടയാടാൻ പോകുന്നത്. കിറ്റക്സിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒപ്പം നിന്നൊരാളുണ്ട്, സാബു ജേക്കബ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്റെ ഒളിവ് ജീവിതം കഴിഞ്ഞ് സാബു ജേക്കബിനെ പോയി കണ്ടത്. ഞാൻ ആദ്യമായി സാബു ജേക്കബിനെ കാണുന്ന അന്നാണ്. ഇപ്പോഴാണ് രണ്ടാമത് കാണുന്നത്. എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ ഈ 2020 എന്ന പ്രസ്ഥാനം തുടങ്ങിയ അന്നു മുതൽ ഞാനും വ്യക്തിപരമായി ഞാനും മറുനാടൻ എന്ന സ്ഥാപനവും 2020യെ ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുന്നത് ഒരു പൈസയോ ഒരു ചായയോ വാങ്ങിയിട്ടല്ല, ഒരു പണം മേടിച്ചിട്ടല്ല. ഞാനൊരു പലിശവും കിറ്റക്സിന്റെ വാങ്ങിയിട്ടില്ല. നിങ്ങൾക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് കട്ടുമുടിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയുള്ള ജനവികാരത്തെ പ്രതിഫലിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവിടെ എനിക്ക് തോന്നി 2020 കൊള്ളാം. അതിന്റെ കാരണം എന്താ? സാബു എം ജേക്കബിന് പാവപ്പെട്ട മനുഷ്യന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിൽ നോട്ടമില്ല. സാബു എം ജേക്കബ് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ നാടിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. ഈ ഭരണകൂടങ്ങൾ, ഈ സർക്കാരിലെ എല്ലാവരെയും എതിർക്കും. ഞാൻ പക്ഷെ ഇപ്പോൾ പ്രതീക്ഷയോടെ കാണുന്നുണ്ട് KB ഗണേഷ് കുമാറിനെ. മറ്റൊന്നും കൊണ്ടുമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ അച്ഛനും ഉണ്ടാക്കിയിരിക്കുന്ന പണം ഗണേഷ് കുമാറിന് വരാൻ പോകുന്ന കുറെ തലമുറയ്ക്കും ഉപയോഗിച്ചു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം കട്ടുമോഷ്ടിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പിന്തുണയ്ക്കുന്ന ആദ്യത്തെ യോഗ്യത അതാണ്. എനിക്ക് സങ്കടം തോന്നുന്നു, തിരുവനന്തപുരത്ത് വസതിയുള്ള മന്ത്രിമാർ എന്തിനാണ് സർക്കാർ വസതിയിൽ താമസിക്കുന്നത്? ഇഷ്ടംപോലെ പണമുള്ള ഈ മന്ത്രിമാർ അവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ എന്തിനാണ് സർക്കാർ ഉദ്യോഗത്തിൽ തിരികെ കയറ്റുന്നത്? ഈ പണം കൊണ്ടുപോയി എന്നെ ചെയ്യും. എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട ആള് കുറെ കാലം മുമ്പ് അയാളെ കുറിച്ച് വാർത്തകൾ കൊടുത്തതാണ്. കാലം മാറി, അന്ന് കൊടുത്ത സാഹചര്യം മാറി, അന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. വേണമെങ്കിൽ സൗഹൃദത്തിലാണെങ്കിൽ ആ വാർത്ത പിൻവലിക്കാം. കാരണം എന്ന് വെച്ചാൽ കാലം കഴിഞ്ഞ കേസൊക്കെ തീർന്നു. എന്തിനാ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? എന്നെ ഒന്ന് കണ്ടോട്ടെ ചോദിച്ചു, കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ഓർത്തു, അതായത് എന്നോട് അത് മാറ്റാമോ, കഴിഞ്ഞല്ലോ എന്ന് പറയാൻ എനിക്ക് പറയാൻ കഴിയും. പക്ഷെ ആ മനുഷ്യന്റെ വാർത്ത ഞാൻ മാറ്റിയില്ല. എന്താണെന്നറിയോ? വന്നിട്ട് എന്നോട് പറഞ്ഞത്, ആ വാർത്തകൾ മാറ്റുകയാണെങ്കിൽ 10 ലക്ഷം രൂപ തരാം. ഞാൻ പറഞ്ഞോടൂ, താൻ തട്ടിപ്പുകാരനാണ്. താൻ ആ പ്രതിസന്ധിയിൽ പരിഹരിക്കപ്പെട്ടെങ്കിലും താൻ തട്ടിപ്പുകാരനായതുകൊണ്ടാണ് 10 ലക്ഷം രൂപ എനിക്ക് ഓഫർ നൽകിയത്. അതുകൊണ്ട് ഞാൻ ഇനി മാറ്റില്ല. ഇത് പറയുന്നത് എന്തിനാ പണം? ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം. എന്റെ ഭാര്യയ്ക്ക് നല്ല ഉദ്യോഗമുണ്ട്, അവൾക്ക് ശമ്പളം കിട്ടുന്നതുകൊണ്ട് എനിക്കും എന്റെ മക്കൾക്ക് സുഖമായി ജീവിക്കാം. പിന്നെ എന്തിനാ പണം? പണമില്ലാത്തവരാണ് മനസ്സിലാക്കി. ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്നിട്ട് കട്ടുമൂട്ടിക്കുക. അവർക്ക് തികയുന്നില്ല. ഭാര്യമാരെ തിരികെ കയറ്റുക യൂണിവേഴ്സിറ്റികളിലേക്ക്. ഈ സ്വജന പക്ഷപാതത്തിനെതിരെ, ഈ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങൾക്ക് പേടിയാ. കാരണം പോലീസ് അകത്തെടുത്തിടും, പിന്നാലെ നടക്കും. ഞാൻ ഉദാഹരണമാണല്ലോ. നിങ്ങളൊക്കെ കേട്ട 1-2 കേസല്ല. ഞാൻ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 3.5 മാസം ഒളിവിൽ പോയി. 3.5 മാസം. ഈ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പാണ് 1.5 മാസത്തെ അവസാനത്തെ ഒളിവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന 6 കേസ് ഒരു വാർത്തയുടെ പേരിലെടുത്തു. നിലനിൽക്കാത്ത പോലീസിനറിയാം, സർക്കാരിനറിയാം. എന്തുകൊണ്ടാ? എന്നെ കുറച്ചു കാലം ജയിലിൽ അടച്ചാൽ എന്റെ ശബ്ദം നിൽക്കും, എന്റെ ടീം ഭയന്നു പോകും. ഇല്ല, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഞാൻ തുടങ്ങി വെച്ച പ്രസ്ഥാനം കിറ്റക് സാബു തുടങ്ങി വെച്ച 2020 പോലെയാ. കിറ്റക് സാബുവിലും ഷാജൻസ്കറിയായാലും ഒന്നും അവസാനിക്കുന്നതല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ വികാരമാണ്, അവന്റെ സ്വപ്നമാണ്. സത്യം തുറന്നു പറയാനുള്ള തന്റെ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കാനുള്ള ശക്തമായ നിലപാട് സാബുവിനെ പോലുള്ളവർ എടുക്കുമ്പോൾ പിന്തുണച്ചേ മതിയാവൂ. പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ നിയമം നമ്മളെ സംരക്ഷിക്കും. എപ്പോ? സത്യം പറയുമ്പോൾ. ആ സത്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ് ഇവിടെ ഈ പുത്രിക എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയധികം ആളുകളെ ഒരുമിപ്പിച്ച് ചേർത്തത്. ഞാൻ ഇതിനെ കാണുന്നത് എന്റെ കണ്ണു തുറന്നു. ഞാൻ വളരെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അരികു മാറി നിന്ന് കാണുകയായിരുന്നു സാബു സാർ കയറി വരുന്ന കാഴ്ചയും ജനങ്ങളുടെ പ്രതികരണവും ഒക്കെ.
ഈ നാട്ടിൽ മാറ്റത്തിന്റെ ഒരു വിപ്ലവം ഉണ്ടാവണം എന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. ഞാൻ മനുഷ്യന്റെ ഇടയിൽ നടക്കുമ്പോൾ കാണുന്നതാണ്. ആ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് കിഴക്കമ്പലത്ത് തുടങ്ങി ഇതാ പുത്തൂർക്കയിലെത്തിയിരിക്കുന്നു. ഇത് പടരും, കേരളം മുഴുവൻ പടരും. ഇവിടെ മാധ്യമങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉള്ളത് കൊണ്ട് അവർ കുറച്ച് വാർത്തകളെ കൊടുക്കും. അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അവരെ കുറ്റം പറയാൻ പാടില്ല. കുറച്ചെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മഹാസാഗരം ഇവിടെ എത്തുന്നു, ഈ ജനം മുഴുവൻ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഞാൻ തിരിച്ചറിയുമായിരുന്നു. എനിക്കറിയാം ജനപിന്തുണയുണ്ടെന്ന്. പക്ഷെ ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റായി ഇത് വീശുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ശ്രീ സാബു ജേക്കബ് സാറിന് ഒരു വാക്ക് തരാം. ഇതുവരെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ ഞാൻ പിന്തുണച്ചെങ്കിൽ, വ്യക്തി എന്ന നിലയിൽ, ഈ നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിനൊപ്പം അതിന്റെ മുമ്പിലും പിന്നിലുമായി ഇനി മുതൽ ഞാൻ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. കാരണം ഈ നാടിനൊരു മാറ്റം ഉണ്ടായേ മതിയാവൂ. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടാലേ പറ്റൂ. സാബു ജേക്കബിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും ഒരു പ്രത്യേക വാത്സല്യം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ബിസിനസ് മുമ്പോട്ട് പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിലൊന്നും ഇല്ല. അതൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാണ്. സാബുവിന് കുറച്ചുകൂടി സമയം കൊടുത്താൽ തെലങ്കാനയിൽ പോവാം, അപ്പുറം തമിഴ്നാട്ടിൽ. അവരൊക്കെ മര്യാദയ്ക്ക് സംരംഭകരെ ക്ഷണിക്കുന്നവരാണ്. ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ സംരംഭകരുടെ അത്ര വെറുപ്പ്. വിശ്വസിക്കാൻ കഴിയില്ല. സംരംഭകർ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വിട്ടിട്ടാണ്. വിശ്വസിക്കണം. കാരണം എന്താണ് ഈ മാർക്സിസം പഠിപ്പിക്കുന്നത്? മുതലാളിമാർ, നിക്ഷേപകർ, അവർ ബൂർഷ്വകളാണ്. ചെറുകിട വ്യാപാരികൾ അവർ പെറ്റി ബൂർഷ്വകളാണ്. അവർ ചൂഷണം ചെയ്യും. ഇതാണ് അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. ആ പ്രത്യയ ശാസ്ത്രം പണ്ടേ കാലഹരണപ്പെട്ടുവെന്ന് ഇവർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇവരുടെ കളങ്കിതരായ കച്ചവടക്കാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർക്ക് ഈശ വീർപ്പിച്ച് അവരെ ഓശാന പാടിക്കൊണ്ട് നടന്ന് അവർ മുതലാളിത്തത്തിന് ഓശാന പാടുമ്പോൾ പാവപ്പെട്ട അടിമകൾ, പാവപ്പെട്ട മനുഷ്യർ അടിമകൾ, അവർ പറയും ബൂർഷ്വകളാണ്. ബൂർഷ്വകൾ. അടിമകളോട് എനിക്ക് പറയാനുള്ളത്, ലോകം മുമ്പോട്ട് പോകണമെങ്കിൽ ലാഭമുണ്ടാവണം. ലാഭേച്ഛ എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനയാണ്. അത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോ വഴിയിൽ പണിയെടുക്കുന്നവനോ മുതൽ സാബു ജേക്കബോ അല്ലെങ്കിൽ അംബാനിയോ വരെയുള്ളവർക്ക് ബാധകമാണ്. ലാഭേച്ഛയാണ് മനുഷ്യനെ നയിക്കുന്നത്. ഈ ലാഭേച്ഛ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമായത്. കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘടിത തൊഴിലാളി വർഗത്തിന് മാത്രമാണ്. സംഘടിത തൊഴിലാളി വർഗത്തിന് മാത്രം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിയെടുക്കാതെ ശമ്പളം കിട്ടും. ഇവിടുത്തെ അസംഘടിത തൊഴിലാളികളെ ഇവരാരെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇവരുടെ പ്രതിസന്ധി ഇവിടുത്തെ വലിയ തുണിക്കടകളിലും വലിയ സ്വർണ്ണക്കടകളിലുമൊക്കെ ശമ്പളം 10,000-ഉം 8,000-ഉം കിട്ടുമ്പോൾ ഇരിക്കാൻ അവസരമില്ല. നിൽപ്പ് സമരം നടത്തിയിട്ടുണ്ട്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇവരാരെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ട്? ഇല്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുള്ള ഗുണമുണ്ടായ ഒരു മേഖല. പക്ഷേ മാന്യമായി നിയമമനുസരിച്ച് കച്ചവടം ചെയ്ത് തൊഴിലാളികൾക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്ത് സൗജന്യ ഭക്ഷണം വരെ കൊടുക്കുന്ന കിറ്റക്സിനെ പൂട്ടിക്കണം അവർക്ക്. കാരണം കിറ്റക്സ് ഈ കളങ്കിത കച്ചവടക്കാരെ പോലെ CPM-ന്റെയും ഈ പാർട്ടി നേതാക്കളുടെയും പോക്കറ്റിലേക്ക് കാശ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിന്? അങ്ങനെ ഒരു തലമുറയുണ്ടാവും, അങ്ങനെ ഒരു ജനതയുണ്ടാവും. ആ തുടക്കമാണ്, ആ കൊടുങ്കാറ്റാണ് സാബു തുടങ്ങിയിരിക്കുന്നത്. ഭാഗ്യവശാൽ ഈ പീഡനങ്ങളും ഈ യാതനകളും ഒക്കെ ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ എന്റെ വ്യക്തിപരമായ കാര്യം ഓർക്കുക. എന്നെ ഒന്ന് പൂട്ടിക്കെട്ടിയേക്കാമെന്ന് കരുതി. ആര് കരുതി? കാരണഭൂതം. പക്ഷെ ദൈവം പറഞ്ഞു അങ്ങനെ അങ്ങ് പൂട്ടിക്കെട്ടണ്ട. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതുകൊണ്ട് മറുനാടൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിയാത്തവർ കൂടി അറിഞ്ഞു. ഷാജൻ കരിയ എന്ന് പറയുന്ന എളിയവരായ മാധ്യമ പ്രവർത്തകൻ, ഒരു കർഷകന്റെയും നാട്ടുപുറത്ത് ജനിച്ചു കൊടുത്തൊരു പാവപ്പെട്ട മനുഷ്യനായി അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠനം നിർത്തി കൂലിപ്പണിയെടുത്ത് ആ പണം കൊണ്ട് ഡിഗ്രി മുതൽ PG വരെ പഠിച്ച ആളാണ്. എന്റെ അപ്പന്റെ പണം വാങ്ങാതിരിക്കാൻ വേണ്ടി 1 വർഷം പഠനം നിർത്തി
കൂലിപ്പണിക്ക് പോയി ആ കാശ് കൊണ്ട് പഠിച്ചു വളർന്ന ആളാണ്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. എനിക്കും എന്റെ മക്കൾക്കും സുഖമായി ജീവിക്കാൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ രംഗത്തേക്ക് ഇറങ്ങി. സാബു ജേക്കബിന് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? കേരളമില്ലെങ്കിൽ തെലുങ്കാന, തെലുങ്കാനയിൽ തമിഴ്നാട്, ഇതൊന്നും വേണ്ട. അമേരിക്ക ഉണ്ടെന്നേ, യൂറോപ്യൻ യൂണിയൻ ഉണ്ടെന്നേ. അവിടൊക്കെ സംരംഭകരെ മഹാന്മാരായി കരുതുന്ന സംരംഭകരുണ്ടെങ്കിലേ രാജ്യം വളരൂ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ എല്ലാവർക്കും എതിർപ്പാ. ഒന്നാം തരം സംരംഭകനാ, പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. നമുക്ക് ട്രംപിന്റെ നിലപാടിനോടൊക്കെ വിയോജിപ്പുണ്ടോ? പോട്ടെ. സംരംഭകരെ ചേർത്ത് പിടിക്കാത്ത ഒരു നാടും നന്നാവില്ല. അതാണ് ഈ നാട് അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇനി 5 കൊല്ലം കൂടി ഇവരുടെ ഭരണമുണ്ടായ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ മക്കൾ നാട് വിട്ടു. ഞാൻ എന്റെ പിള്ളേരെ ഈ സർക്കാരിനെ പേടിച്ച് ഈ നാട്ടിൽ എന്റെ മക്കളുടെ ഭാവി പോകുന്നു. ഞാൻ പിള്ളേരെ ഞാൻ വിദേശത്ത് വിട്ടിരിക്കാം, 3 കുഞ്ഞുങ്ങളെ. ആ അവസ്ഥയിലേക്ക് വന്ന് എന്തുകൊണ്ട് അതിന് മാറ്റം? ആ മാറ്റത്തിന്റെ കാഹളം ഈ നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്നു. ആ വിളക്ക് നമുക്ക് കൊളുത്തി മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവും. ജനങ്ങൾ തന്നെ മാധ്യമങ്ങളായിരിക്കുന്ന കാലത്ത് മാധ്യമങ്ങൾ വേണ്ട പോലെ സഹായിച്ചില്ലെങ്കിലും സ്വാഭാവികമായും ഒരു പ്രസിദ്ധി കിട്ടും. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ടാണ് പലപ്പോഴും പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. മുമ്പ് ഒരു പ്രസംഗകൻ പറഞ്ഞതുപോലെ, ജിബിയാണെന്നോ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തുകളിലും ഭരണം മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും 2020 പ്രതിനിധികൾ ഉണ്ടാവണം. ഒരാൾ മതി. കേരള നിയമസഭയിൽ ഒരേ ഒരാളുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടെടുക്കാൻ കഴിയും, പ്രതിപക്ഷത്തെ നാണം കെടുത്താൻ കഴിയും. കാരണം ഇവരൊക്കെ തമ്മിൽ ഒത്തുതീർപ്പുണ്ട്. ഈ ഒത്തുതീർപ്പിനെതിരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ശബ്ദമുയർത്താൻ കഴിയും. ആ ദൗത്യമാണ് നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നോട് സാബു സാർ പറഞ്ഞു 25 മിനിറ്റ് എഴുതി, കുഴപ്പമില്ല, ഷാദിന് ഇളവുണ്ട്, ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളൂ. ഒന്ന്, നിങ്ങൾ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. കിഴക്കമ്പലത്ത് തുടങ്ങിയ ആ കൊടുങ്കാറ്റ് പടർന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ നിങ്ങൾ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. ഈ നാടിനെ ദുഷ്പ്രചാരകരിൽ നിന്നും അഴിമതിക്കാരിൽ നിന്നും സ്വജനപക്ഷപാതികളിൽ നിന്നും രക്ഷിച്ചെടുക്കണം. അതിന്റെ ദൗത്യമാണ്. പീഡനവും യാതനയും ഒക്കെ ഏൽക്കേണ്ടി വരും. ഞാൻ അനുഭവിക്കുന്നില്ല. ഇവരുടെ ഒരു തന്ത്രം നിങ്ങൾ ഓർക്കണം എപ്പോഴും. എനിക്ക് പ്രിയപ്പെട്ട ഈ നാട്ടുകാർ പറയാനുള്ള തന്ത്രം, അതിബുദ്ധിമാന്മാരാണ് ശത്രുക്കൾ. അവർ നുണ പറയും. നുണയിലാണ് അവരുടെ പ്രത്യയശാസ്ത്രം കെട്ടിപ്പടുത്തിരിക്കുന്നത്. നിങ്ങളെ എന്താണോ ജനഹിതത്തിന് യോജിക്കാത്തത് അത് വെച്ച് നിങ്ങൾ ടാർഗറ്റ് ചെയ്യും. ഇപ്പോ ഗണേഷ് കുമാറിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഞാൻ ഗണേഷിന്റെ PR അല്ല കേട്ടോ. ഗണേഷ് കുമാർക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഈ ഇലക്ട്രിക് ബസ്, തിരുവനന്തപുരം സിറ്റിയിൽ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു. അതെല്ലാവരും അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയുമോ? ഈ ഇലക്ട്രിക് ബസ്സിനോട് തിരുവനന്തപുരം നഗരവാസികൾക്ക് ഇഷ്ടമാണ്. 10 രൂപയെ ടിക്കറ്റുള്ളൂ. എത്ര നേരം വേണമെങ്കിലും യാത്ര ചെയ്യാം. 10 രൂപയുള്ളൂ. അതുകൊണ്ട് ആ ഇഷ്ടത്തെ മുതലെടുത്തുകൊണ്ട് ഗണേഷ് കുമാറിനെ പുകയ്ക്കാനുള്ള ശ്രമത്തിലായിപ്പോ. ഇതാണ് ഇവരുടെ ഒരു തന്ത്രം. അതുകൊണ്ട് നിങ്ങൾ 2020-കൊപ്പം നിന്ന സാബു ജേക്കബിനൊപ്പം നിന്ന് നിങ്ങൾക്ക് ചില ചാപ്പകൾ കിട്ടും. ഭയപ്പെടരുത്. ഈ ചാപ്പകൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആകെ സങ്കടം, എനിക്കുള്ള സങ്കടം. എന്റെ പേരും ചില ചാപ്പകളുണ്ട്. ഞാൻ ഇവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന ഈ ആരോപണം നിങ്ങൾ ഒരു ഉദാഹരണം കാണിക്കൂ. ഇല്ല, അവർക്കറിയാം. ആവർത്തിച്ച് പറയുമ്പോൾ സാധാരണ മനുഷ്യന് കരുതും നീ ക്രിസ്ത്യൻ വിരുദ്ധനാണ്, മുസ്ലിം വിരുദ്ധനാണ്, ഹിന്ദു വിരുദ്ധനാണ്, സംഘിയാണ്, ക്രിസംഘിയാണ്. തെളിവുണ്ടായിട്ടില്ല. ഇത് കേൾക്കുമ്പോ ചിലരങ്ങ് കരുതും ഇതൊരു കപട നിർമ്മാണമാണ്, ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നതാണ്. ഈ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ വാക്കുകളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ആശയത്തെ ഇഷ്ടപ്പെടുന്ന ചിലരെങ്കിലും വീണുപോകും. അത്തരമൊരു ചാപ്പകുത്തലിന് ഒരുങ്ങിയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില പട്ടങ്ങൾ, ചാപ്പകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പോയ മനുഷ്യർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നില്ലേ? അവർ പിന്നീട് നമ്മുടെയൊക്കെ
ഓർമ്മകളിലും നമ്മുടെയൊക്കെ പഠന ക്ലാസുകളിലും താരങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വിപ്ലവത്തിന് ഒപ്പം നിൽക്കുന്നവർ ചരിത്രത്തിന്റെ ഭാഗമാകും പിന്നീട്. ഈ തുടക്കം ഇത് കേരളം മുഴുവൻ ആഞ്ഞു വീശണം. 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 കൊടുങ്കാറ്റ് നാട് മുഴുവൻ ആഞ്ഞു വീശുമ്പോൾ മാത്രമേ എല്ലാവരും നമ്മുടെ ഇതുപോലത്തെ സമ്മേളനങ്ങൾ എറണാകുളം ജില്ലയിൽ മാത്രം പോരാ, കേരളത്തിലെ സകല ജില്ലകളിലും വേണം. ഞാൻ വരാം, എല്ലാ ജില്ലകളിലും നടത്തണം. ജനങ്ങൾ കാണട്ടെ, അടിമകളുടെ കണ്ണു തുറക്കട്ടെ, അന്ധന്മാർ ജൈവിളിക്കട്ടെ. ഈ നാട് നന്നാവുന്നതിന് തുടക്കമാവട്ടെ. സത്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, സത്യത്തിൽ വിശ്വസിക്കുകയും സത്യം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും. അവർ പേടിച്ചിട്ടാണ് അടിമകളായിരിക്കുന്നത്. നവകേരള സദസ്സാണ്. ഞാൻ അതിന് സ്പോൺസർ ചെയ്ത പലരോടും ചോദിച്ചു, എനിക്കറിയും എന്റെ പൊന്നു ഷാജ 5 ലക്ഷവും 6 ലക്ഷവും ചോദിക്കുന്നു, കൊടുത്തില്ലേ പ്രസ്ഥാനം പൂട്ടു. ഇഷ്ടം കൊണ്ടല്ല. മനുഷ്യ ചെങ്ങലയ്ക്ക് ആയിരക്കണക്കിന് പേർ പോയിട്ടുണ്ടെങ്കിൽ, ഇതോടെ പൊളിഞ്ഞെന്നാ കേട്ടത്, ആയിരക്കണക്കിന് പേർ പോയിട്ടുണ്ടെങ്കിൽ അവരിൽ എത്ര പേർ ചങ്കിൽ കൈവച്ചുകൊണ്ട് പറയും, ഞങ്ങൾ പറയുന്നത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, നല്ല പേടിച്ചിട്ടാണ്. നമ്മൾ കേൾക്കാറില്ലേ ഓഡിയോ ക്ലിപ്പുകൾക്കൊപ്പം ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിക്കാരെയൊക്കെ ഭയപ്പെടുത്തുന്നു. ഈ ഭയം മാറണമെങ്കിൽ മറുഭാഗത്തൊരു കൊടുങ്കാറ്റുണ്ടാവണം. ആ കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ 20,000 പേരോ 20,000 പേരോ ഇവിടെ ഇരിക്കുന്നത്. ഈ കൊടുങ്കാറ്റ് ആഞ്ഞു വീശട്ടെ. കേരളം സത്യത്തിനൊപ്പം നന്മയ്ക്കൊപ്പം അഴിമതിരഹിതമായ ഭരണത്തിനൊപ്പം നിൽക്കട്ടെ. നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ കൊടുങ്കാറ്റിനെ ചുക്കാൻ പിടിച്ചവരെന്നവരെ. ഞാൻ അവസാനിപ്പിക്കുന്നത്, ഇതുപോലെ നശിച്ച ഒരു ഭരണം ഈ നാട് കണ്ടിട്ടില്ല. ഇതുപോലെ വൃത്തികെട്ട ഒരു ഭരണം എടുത്തു പറയാൻ ഭരിക്കുന്നത്. എന്നോട് പലരും ചോദിക്കും, എന്താ ഇത്ര CPM വിരോധം? ഒരു വിരോധവുമില്ല. CPM-നെ ഞാനതിനെ വിരോധിക്കുന്നത്. കാലഹരണപ്പെട്ട ആശയമാണ് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഏത് ആശയമാ കാലഹരണപ്പെടാത്ത? പക്ഷേ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ, കമ്മ്യൂണിസം എന്ന ആശയത്തെ ഒരു വ്യക്തി അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും ചാർച്ചക്കാരുടെയും താല്പര്യത്തിന് വേണ്ടി വർഗീയ വിഷം പുലർത്തി, അഴിമതി പുലർത്തി, അതിനെ ഹൈജാക്ക് ചെയ്ത് ചില നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഭയത്തിന്റെ ശക്തി കൊണ്ട് മറഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സില്ല. ഭയം കൊണ്ട് മാറിയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ രംഗത്ത് വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജയിലിലാവാതെ രക്ഷപ്പെട്ടുവെന്ന്. താൽക്കാലികമാണ്. ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഏത് പൗരനെയും ജയിലിൽ അടയ്ക്കാം. ഏതു നിമിഷവും ജയിലിലാവുമെന്ന് കരുതി, കുറഞ്ഞത് 20 ദിവസമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് കരുതി മാനസികമായി തയ്യാറെടുത്ത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് കരുതി ജീവിക്കുന്ന ആളാണ് ഞാൻ. അത്ര തയ്യാറെടുപ്പ്. ആ തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ സത്യം വിജയിക്കൂ. എന്റെ ഏറ്റവും വലിയ സങ്കടം, എന്നെക്കുറിച്ചും ആളുകൾക്കെന്ന് പറയാം, എന്നെക്കുറിച്ച് ചുമ്മാ കുറെ നുണകളൊക്കെ പലരും പറയുമ്പോൾ സങ്കടം തോന്നും. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇടുമ്പോൾ പലരും പറയും സങ്കടം തോന്നും. പക്ഷെ പിന്നെ സാബു ജേക്കബിനെ കുറിച്ച് കേൾക്കുമ്പോ അല്ലെ മറ്റു പലരെ കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെ മാറും. ഞാൻ ആരാണ്? സാബു ആരാണ്? തന്റെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ മുടക്കി ഈ നാട് ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനാണ്. ഞാൻ ഇതുവരെ പണം മുടക്കി സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടില്ല. നമ്മളെല്ലാ മനുഷ്യൻ ചെയ്യുന്ന മാതിരി ഇച്ചിരി പോക്കറ്റ് ഇരിക്കുന്നൊക്കെ ആർക്കെങ്കിലും ഇല്ലാത്തവരെ കാണുമ്പോൾ സങ്കടം ഇപ്പൊ കൊടുക്കുന്ന അപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല. തന്റെ അധ്വാന ഫലം, താൻ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ലാഭത്തിന്റെ എത്ര ഇരട്ടി വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള ഊർജവും സമയവും നഷ്ടപ്പെടുത്തി ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മഹാനുഭാവനായ മനുഷ്യൻ. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളുടെ നേതാവ് സാബുവായി. ഞാനും നിങ്ങളോടൊപ്പം കൂടുന്നു, സാബു സാറിനൊപ്പം കൂടുന്നു. ഈ നാട്ടിൽ പ്രാർത്ഥനാ ഗാനത്തിൽ കേട്ടത്